രമേശ് ചെന്നിത്തല പിന്നെ അദ്ദേഹമായിട്ട് ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഏതാണ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിച്ച് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. ഏകദേശമൊക്കെ സംസാരിച്ച് ഒരു ധാരണയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ. ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുൻ മുഖ്യമന്ത്രി വന്നിരുന്നു, കെ.സി. വേണുഗോപാൽ വന്നിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി അല്ല, നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, അത്രമാത്രം പറഞ്ഞു. അത് അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏർപ്പാട് ഇതിൻ്റെ അകത്തില്ല. എല്ലാം കോൺഗ്രസിന്റെ മന്ത്രിമാരാണ്. പ്രധാന വകുപ്പ് ലഭിക്കുമോ അദ്ദേഹത്തിന്? ആ കാര്യത്തിൽ നേരത്തെ തന്നെ പിന്നെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ രമേശ് ചെന്നിത്തല പിന്നെ അദ്ദേഹമായിട്ട് ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഏതാണ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിച്ച് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല, തനിക്ക് ഒപ്പമുള്ളവരുടെ കാര്യമേ പറയുന്നുള്ളതാണല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് രമേശ് ചെന്നിത്തലയുടെ കാര്യം ഒരു വിഷയമല്ല, അദ്ദേഹത്തിന്റെ വകുപ്പും ഒരു വിഷയമല്ല. പക്ഷെ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതല്ല, വേറെ ഒന്ന് രണ്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള IC ബാലകൃഷ്ണൻ, അതുപോലെ ആലുവായിൽ നിന്നുള്ള അൻവർ സാദത്ത്, ഇവർക്കൊക്കെ മന്ത്രിയായി കൊള്ളാമെന്നുള്ള, അവരെയൊക്കെ ഉൾപ്പെടുത്തിയാൽ കൊള്ളണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതൊന്നും പറയാനാവില്ല. അതൊക്കെ ആലോചിച്ചും പല പല ഘടകങ്ങളില്ലേ. അപ്പൊ അത് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാവരും സംസാരിച്ചിട്ടുണ്ടോ. അവരെല്ലാം സീനിയർ ആയതുകൊണ്ടാണ്, അല്ലാതെ ഗ്രൂപ്പ് ആയതുകൊണ്ടല്ല. 4ാമത്തെ പ്രാവശ്യമാണ് രണ്ടുപേരും പിന്നെ MLA-മാരാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കണം. അതെ, 2011 മുതൽ അവരെല്ലാം പിന്നെ MLA-മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കാര്യം പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. അല്ലാതെ ഗ്രൂപ്പിന്റെ പേരിൽ മാത്രമല്ല. ഞങ്ങളൊരു ജനറലായിട്ടാണല്ലോ ഇപ്പോൾ. പാർട്ടിയിൽ അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല. ഉറപ്പായിട്ടും ഒരു പ്രശ്നവുമില്ലാതെ അവസാനിക്കുന്ന. കെ.സി. പറഞ്ഞേക്കുന്നത് രമേശ് എന്താഗ്രഹിക്കുന്നോ അത് ലഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. ഇന്നലെ തന്നെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ കാണുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അതിനുശേഷം AICC പ്രതിനിധികളും ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാൽ അവരെല്ലാം വന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. നമ്മുടെ വകുപ്പൊന്നും അല്ല പ്രശ്നം. ഈ പറഞ്ഞതുപോലെ 4 പ്രാവശ്യം MLA-മാരായ രണ്ടാളുകളുടെ കാര്യത്തിൽ പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇവർ രണ്ടുപേരാണല്ലോ കൂടുതൽ സീനിയർ. അത്രയും സീനിയർ ആയിട്ടുള്ള ആളുകൾ പിന്നെ അധികം ഇല്ല. ഒരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്, KPCC സ്ഥാനത്തേക്ക് കൂടിയാണ്. അതൊന്നും ഇപ്പോൾ ഉള്ള കാര്യം. ഇപ്പം മന്ത്രിസഭാ രൂപീകരണമേ ഉള്ളൂ. അല്ല, അത് വേറൊരു കാര്യം. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ KPCC പ്രസിഡന്റിന്റെ വേക്കൻസി ഒന്നുമില്ല. KPCC പ്രസിഡന്റ് വേക്കൻസി ഉണ്ടാകണ അദ്ദേഹം പിന്നെ മന്ത്രിയാണ്. അല്ല, അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പാർട്ടി നേതൃത്വം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചോളൂ. കുഴപ്പമുള്ള കാര്യമില്ല. എന്തോ അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല, ഒരു കാരണവശാലും വരില്ല. ഇതൊക്കെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. സത്യപ്രതിജ്ഞ സമയത്ത് KPCC പ്രസിഡന്റിനെ പുതിയ നിയമിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അത് പണ്ടായിരുന്നു, അതൊന്നും ഇപ്പോഴില്ല. അവർ തന്നെ മാറും. അത് ശരിയാണോ? അതൊരു കീഴ്വഴക്കം ശരിയാണോ? എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഒരു പാർട്ടിക്ക് നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരാൾ വൺ മാൻ വൺ പോസ്റ്റ്. ശ്രീ കെ മുരളീധരൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞതായിട്ട് കാണും. എന്തോ എനിക്ക് ഗുണകരം എന്നുള്ളതല്ല, അത് മൊത്തത്തിൽ പാർട്ടിയുടെ ഗുണം നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ളതല്ല. അതാണ് പിന്നെ പാർട്ടിയുടെ നേരത്തെ മുതലുള്ളൊരു നയമാണ്, പാർട്ടിയുടെ AICC തീരുമാനമുള്ളതാണ്. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതാണ് ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ആഗ്രഹമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തെറ്റുള്ളതല്ല. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഇപ്പം മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം പാർട്ടിയുടെ തീരുമാനമല്ലേ അത്. കോൺഗ്രസിൽ ധാരണയാകാത്ത ഘടകകക്ഷികൾക്ക് ചർച്ചയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതൊക്കെ ചെറിയ കാര്യമില്ല. ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതൊക്കെ അപൂർവമായിട്ടല്ലേ. ഇതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മിനിങ്ങാന്ന്. ഇന്നിപ്പം മന്ത്രിസഭയൊക്കെ ഒരു 90% കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച എല്ലാം ഫുൾ മന്ത്രിസഭ, ഫുൾ ക്യാബിനറ്റ് ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ശുഭകരം. ഉറപ്പായിട്ടും ഒരു കാർമേഘം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അത് കലങ്ങി തെളിയണ്ടേ? മൺസൂണൊക്കെ വരുന്നില്ല. അല്ല, മൺസൂണൊക്കെ വരുന്നേ. ഈ വർഷം ഇത്ര താമസിച്ചാണെന്ന് തോന്നുന്നു.
ഹാപ്പി, ഒരു കുഴപ്പമില്ല. വിചാരിച്ചതുപോലെ നടന്നാൽ പിന്നെ എല്ലാവരും വിചാരിച്ചത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ സന്തോഷകരമായ ഒരു സാഹചര്യമാണുള്ളത്. ഓക്കെ, താങ്ക് യു.